എത്ര സ്നേഹിച്ചിരുന്നു, എത്ര വിശ്വസിച്ചിരുന്നു, എത്ര ബഹുമാനിച്ചിരുന്നു. കൃത്യമായി അറിയണം, ഒരാളോട് വഴക്കിട്ടാൽ മാത്രം മതി. പലരുടെയും ശരിക്കുള്ള സ്വഭാവം അപ്പോൾ നമുക്ക് കാണാം. ബഹുമാനമില്ലാത്ത സംസാരം ഉണ്ടാകുമ്പോൾ അത് അധികം നീണ്ടുപോകാത്ത ബന്ധത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. അതൊരു നിശബ്ദമായ മുന്നറിയിപ്പാണ്. വഴക്കിനിടയിൽ പറയുന്ന വാക്കുകൾ അവസരത്തിലൊന്നും പറയുന്നതല്ല, അവ മനസ്സിന്റെ ഉള്ളിൽ കാലങ്ങളായി കാത്തുനിന്ന സത്യങ്ങളാണ്. സ്നേഹത്തിൽ കാണിക്കുന്ന മുഖമല്ലെന്നേ വഴക്കിൽ കാണിക്കുന്ന സ്വഭാവം. യഥാർത്ഥ സ്നേഹം കോപിച്ചാലും ബഹുമാനമൊന്നും നഷ്ടപ്പെടില്ല. യഥാർത്ഥ ബന്ധം പിണങ്ങിയാലും അവഹേളനമായൊന്നും മാറില്ല. വേദനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം സ്നേഹത്തിന്റെ അടയാളമല്ല, വേദനിപ്പിക്കാതെ സംസാരിക്കാനുള്ള നിയന്ത്രണമാണെന്നേ സ്നേഹത്തിന്റെ. നമ്മളെ ആർക്കെങ്കിലും വഞ്ചിക്കുവാൻ സാധിച്ചെങ്കിൽ അവര് വിചാരിക്കും നമ്മൾ എത്ര വിഡ്ഢികളാണ്. പക്ഷേ നമ്മൾ അവരെ എത്രമാത്രം വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളോട് വിശ്വാസവഞ്ചന കാട്ടുവാൻ സാധിച്ചത്. ഈ സ്നേഹത്തെയൊക്കെ കൊല്ലാൻ വിശ്വാസവഞ്ചനയോളം നല്ല മരുന്ന് വേറെയില്ല. വീഴ്ചകൾ പലതും ഉണ്ടാകുന്നത് കാഴ്ചക്കുറവ് കൊണ്ടല്ല, കണ്ണുമടച്ച് അമിതമായി. നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ആർക്കും യഥാർത്ഥ കഥ അറിയില്ല. ചിരിയുടെയൊക്കെ പിന്നിൽ ഉറങ്ങാതെ ഒരുപാട് കരഞ്ഞൊരു മനുഷ്യനെ ആർക്കും അറിയില്ല. നമ്മുടെയൊക്കെ ജീവിതം പല രീതിയിൽ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിന്റെ കഥ നമുക്ക് മാത്രമേ അറിയൂ. ചിലര് പറയും നമ്മളൊരു മടിയനാണ്. പക്ഷെ ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ മനസ്സിനോട് ഉറങ്ങാതെ പോരാടിയ നമ്മളെ? ചിലര് പറയും നമ്മൾ സെൽഫിഷ് ആണെന്ന്. പക്ഷെ അവർക്കാർക്കും അറിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് ശൂന്യമായി പോയ നമ്മൾ ചിരിച്ചപ്പോൾ അവർ കരുതി നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ചില ചിരികൾ കരച്ചിൽ മറയ്ക്കാനുള്ള ഒരു മുഖം മൂടി മാത്രമാണ്. ഒരാൾ ലേറ്റായി റിപ്ലൈ കൊടുത്താൽ പറയും അതിന് ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അയാൾ ആശുപത്രിയിലെ പുറത്തിരുന്ന് അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ കാത്തിരുന്നതാണെങ്കിലും ഒരാൾ പെട്ടെന്ന് മാറിപ്പോയാൽ അവൻ ഒരുപാട് മാറിപ്പോയെന്ന് കുറ്റം പറയും. ഒരുപക്ഷെ അവൻ ഏറ്റവും വിശ്വസിച്ച ഒരാളിനെ നഷ്ടപ്പെട്ടതാണെങ്കിലും. അതാണ് ജീവിതം. നമ്മൾ കാണുന്നത് വെറും സീനുകൾ മാത്രമാണ്. അവർ സഹിച്ചതാണ് യഥാർത്ഥ സ്റ്റോറി. അതുകൊണ്ട് ഒരാളുടെ അവസ്ഥ കണ്ട് അയാളെ ജഡ്ജ് ചെയ്യും. മുഖത്താണ് ചിരി വിടരുന്നതെങ്കിലും പല ചിരികൾക്കും പിന്നിലും പല മുഖങ്ങളുണ്ട്. ചിരിയിൽ മരുന്ന് കണ്ടെത്തുന്നവരും ചിരിയിൽ വേദനകളെ ഒളിപ്പിക്കുന്നവരും എല്ലാം ചിരിച്ചൊതുക്കുന്നവരും ചിരിച്ച് എടുക്കുന്നവരും ചിരിച്ച് തള്ളുന്നവരും ചിരിച്ച് കളയുന്നവരും ചിരി ആയുധമാക്കുന്നവരും ചിരി കൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരും ചിരിച്ച് ചതിക്കുന്നവരും കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നവരും ചിരിച്ചുകൊണ്ട് കരയുന്നവരും ചിരിച്ച് ഹൃദയം കീഴടക്കുന്നവരും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരുമുണ്ട്. ചിരിയൊരു സുഖമുള്ള പ്രതികരണവും വികാരവുമാണ്. ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്, ലക്ഷക്കണക്കിന് ഭാഷാഭേദങ്ങളുണ്ട്. എന്നാൽ എല്ലാവരുടെയും